ഹലോ, അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറിയുടെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് 1ഉം 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പം ഞാൻ പക്ഷേ കഴിയുന്നത് ഞാൻ ആകെ 14 മിനിറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ ഇപ്പം ഇത് പറഞ്ഞു മുഴുവനായിട്ടില്ലെങ്കിൽ പാർട്ട് 3 കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ എന്താണോ ഇത് അങ്ങനെ ഞാൻ തുറന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫിക്കേഷൻസ് തരാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, രമ്യ ചേച്ചിയുടെ 2 ഡെലിവറി ഞാൻ EMS ലാണെന്നാണ് പറഞ്ഞത്. അല്ല, ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു EMS ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഡെലിവറി മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ രമ്യ ചേച്ചി അല്ല, കാരണം കുറെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ വിഘ്നേഷ് എന്നെ അടുത്ത് ചോദിക്കാൻ അതെന്താ ഞാനൊന്നും അല്ലേ അങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത്, തമാശക്ക് ചോദിച്ചാണ്. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോൾ കുറെ പേര് രീതിയിൽ എടുക്കുക എന്നുള്ളത് അറിയില്ല എന്നുള്ളത്. ഞാൻ അവിടെ എന്തോ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കാര്യങ്ങളില്, ഒരുപാട് കാര്യങ്ങളിലല്ല, ചില കാര്യങ്ങളിൽ എനിക്ക് രമ്യ ചേച്ചി എന്റെ ഇഷ്ടങ്ങളും രമ്യ ചേച്ചിയുടെ ഇഷ്ടങ്ങളും സിമിലർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. രമ്യ ചേച്ചി ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ആളാണ്, കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളാണ്. എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചി ചെയ്യുന്നതിന്റെ ഒരു പകുതി പോലും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ, ഇപ്പൊ വീഡിയോ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ റെഡി ആവുന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് ചേച്ചിയുടെ കുറെ കാര്യങ്ങൾ ഞാൻ അത് അറിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അത് കണ്ടിട്ട് ചെയ്യലുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് നമുക്ക് എത്രയായാലും ഏതൊരു പെൺകുട്ടിക്കും കല്യാണം കഴിഞ്ഞിട്ട് പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പേടി ഉണ്ടാവും. എങ്ങനെയാവും അവിടെ ആൾക്കാർ, എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും എന്നുള്ള ഒരു പേടി ഉണ്ടാവും. അപ്പൊ എനിക്ക് ഫസ്റ്റ് അവിടെ ഒരു കംഫേർട്ട് തന്നത് രമ്യ ചേച്ചിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അതിലെങ്ങനെയാണോ അതേപോലെ തന്നെ ഇരുന്നാൽ മതി പറഞ്ഞിട്ടും, അതേപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ, എത്രയിലും നമ്മുടെ ഒരു വൈബുള്ള ഒരാൾ അവിടെ ഇരിക്കും ഉള്ള സമയത്ത് നമുക്കതൊരു കംഫർട്ട് സോൺ ആയിരിക്കില്ല. അതൊന്ന്. പിന്നെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഈ പറയുന്ന പോലെ ഡ്രസ്സിങ്ങിന്റെ കാര്യങ്ങൾ, അതായത് മേക്കപ്പിന്റെ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ എനിക്ക് ചേച്ചിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാനും വിഘ്നേഷനും തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് വാക്തർക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പോകുന്നത് രമ്യ ചേച്ചിയെടുത്തേക്കാണ്. ഞാൻ എന്റെ വീട്ടിൽ പറയാറില്ല വിഘ്നേഷന്റെ കാര്യങ്ങളൊന്നും. എനിക്ക് എന്റെ ഒരു കംഫർട്ട് എനിക്ക് രമ്യ ചേച്ചിയെടുത്ത് പറയുന്നതാണ്. അത് എന്താണെന്ന് അറിയില്ല, ചേച്ചിയുടെ അനിയനാണല്ലോ, അപ്പൊ ചേച്ചി ആ ഒരു രീതിയിൽ എടുക്കും എന്നുള്ളത് എനിക്കറിയാം. അത് എനിക്ക് വിഘ്നേശ്വരനെ കുറിച്ചിട്ട് വേറെ ആരും പറയുന്നത് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ എപ്പോഴും ഫസ്റ്റ് രമ്യ ചേച്ചി അടുത്തേക്കാണ് പോവുക. അപ്പൊ എനിക്ക് രമ്യ ചേച്ചി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തരിക, അല്ലെങ്കിൽ രമ്യ ചേച്ചി സൊല്യൂഷൻ തന്നിട്ടില്ലെങ്കിലും ഒരു അഭിപ്രായം പറയും. അപ്പൊ എനിക്കത് ഇഷ്ടമാണ്. അത് ആ ഒരു കാര്യങ്ങളാണ് ഞാൻ രമ്യ ചേച്ചി എനിക്ക് അവിടെ ഉള്ളത് കാര്യങ്ങൾ സ്മൂത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. 2 കാര്യങ്ങൾ കുറച്ച് വലിച്ചു നീട്ടി എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കിത് രണ്ടും ഫസ്റ്റ് തന്നെ പറയണം എന്നുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ ബാക്കി കണ്ടിന്യൂഷൻ ഞാൻ പറയാം. അപ്പോ ഞാൻ ഇങ്ങനെ സിസേറിയൻ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഘ്നേഷ് ചേട്ടൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ വിഘ്നേഷ് ചേട്ടനെ അവിടേക്ക് വിളിച്ചിട്ട് വിഘ്നേഷ് ചേട്ടനെ കുറെ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം മൊത്തം നീ വേദന അനുഭവിച്ചു, നമുക്ക് സിസേറിയൻ ചെയ്യുന്നതും കൊണ്ട് ഒരു പ്രശ്നമില്ല, അതൊരു തെറ്റാണെന്നോ കുറ്റാണെന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ സിസേറിയനിലേക്ക് പോകുന്നതും കൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നിനക്കൊരു നോർമൽ ഡെലിവറിക്ക് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കി നോക്ക്, എന്തായാലും കുറച്ചും കൂടെ പിടിച്ചു നിൽക്കാൻ നോക്കി നോക്ക്. ഇപ്പൊ എത്രയിലും നീ ഇത്രയും വേദന അനുഭവിച്ചു, ഇത്തിരിയും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയം കടന്നു പോകുന്നു പറയണ പോലെ നാളെ നീ ഇത് ആലോചിച്ചിട്ട് ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആലോചിക്കും എന്തായാലും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കുറച്ചൊന്നും ആ സമയത്ത് കുറച്ച് മോട്ടിവേറ്റഡ് ആക്കി. അപ്പൊ എനിക്ക് എന്ത് തോന്നി, ഇന്ന് ശരി, ഞാൻ എന്തായാലും ഇത്രയും ആയതല്ലേ, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നോക്കി നോക്കാന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ, പക്ഷെ എന്തോ ഒരു വിഷമം വെച്ചാൽ അവിടെ ഒറ്റയ്ക്കാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ അവർ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുത്തിട്ടുണ്ടാവുമായിരുന്നു ആ ഒരു 2 ദിവസം. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിലല്ലേ, അപ്പൊ അത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഞാൻ ശരിയെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു വർത്താനൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എന്റെ ബോള് താഴേക്ക് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം 2 സെന്റിമീറ്റർ ഡൈലൂട്ടഡ് ആയതാണ്. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വന്നു കേട്ടോ സ്വയം. അങ്ങനെ ആ സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം, എനർജിയൊക്കെ ആയിരുന്നു. എനിക്ക് വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഒരു കഞ്ഞി അല്ലെങ്കിൽ ബണ്ണായിരുന്നു. എനിക്ക് കഞ്ഞി തീരെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ബണ്ണാണ്, എനിക്ക് ആ ബണ്ണ് കഴിച്ച മുതൽ ആ ഒരു 2 ആഴ്ച ഞാൻ ബണ്ണ് തന്നെയായിരുന്നു. എനിക്ക് ആ ബണ്ണിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ആ ബണ്ണും എനിക്ക് തോന്നുന്നു കട്ടൻ ചായ എന്തായിരുന്നു കുടിച്ചു തോന്നുന്നു. അങ്ങനെ അത് കുടിച്ചു. അന്ന് ഞാൻ ഉറങ്ങി, സമാധാനത്തോടെ ഉറങ്ങി ആ ഒരു 3-ാം തീയതി രാത്രി. അത് കഴിഞ്ഞിട്ട് 4-ാം തീയതി രാവിലെ അവര് നോക്കുമ്പോൾ ചെറുതായിട്ട് 2.5 സെന്റിമീറ്റർ ഡൈലൂട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പൊ അവരെന്നോട് പറഞ്ഞു നല്ലോണം നടന്നോളൂ, മറ്റേ ഇരുന്ന് നിൽക്കുന്ന സംഭവം, അങ്ങനെ അത് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ തവണ അതൊക്കെ ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ആവണില്ല. 11 മണി 12 മണിയാകുമ്പോൾ ഡോക്ടർ വന്ന് എന്നെ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ അതായത് മെല്ലെയാണ് അത് ഡൈലൂട്ടഡ് ആവുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, ഒരുപാട് സമയം നമുക്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, നമുക്കൊരു സമയം വെക്കാം,
ഒരു 2 മണിവരെ നോക്കാം. 2 മണിവരെയും 6 സെന്റിമീറ്റർ ഒന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ പിന്നെയും എന്താ പറയുക, എനിക്ക് അവർ വന്ന് PV ചെക്ക് ചെയ്യും. നോക്കുന്ന സമയത്ത് 3 ആയി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഈ പറയുന്ന പോലെ 1.5 മണിക്കൂർ ഗ്യാപ്പിലാണ് കേട്ടോ എല്ലാം ഇങ്ങനെ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 സെന്റിമീറ്റർ ആയി എന്ന് പറയണു. പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റാതെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആവുന്ന സമയത്ത് അപ്പൊ എന്നോട് അവർ ചോദിച്ചു എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റുമോ. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ വേദന ഇല്ലാതെ നോർമൽ ഡെലിവറി ചെയ്യുന്നത്, അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, അതായത് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവുമോ, എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷെ ഞാൻ ആ ഒരു പെയിനിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും സിസേറിയൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അനസ്തേഷ്യ എടുക്കണം, അപ്പൊ എപ്പിഡ്യൂറിൽ നമുക്ക് നോക്കി നോക്കാം എന്നുള്ളതിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ എപ്പിഡ്യൂറിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് ഇതാണ്, എനിക്ക് അറിയില്ലത് എല്ലാവരും ഇങ്ങനെ തന്നെ ആണോ എന്നുള്ളത്. 6 സെന്റിമീറ്റർ ഡൈലൂട്ടഡ് ആയാൽ മാത്രമേ നമുക്ക് എപ്പിഡ്യൂറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ചെയ്യുമ്പോഴാണല്ലോ എപ്പിഡ്യൂറിൽ എടുക്കുന്നത്. 6 സെന്റിമീറ്റർ ആവുമ്പോഴാണ് നോർമൽ ഡെലിവറിക്ക് ചാൻസ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ബൈ ചാൻസ് സിസേറിയനിലേക്ക് പോയില്ല. ഇപ്പൊ മാളവിക കൃഷ്ണദാസിന്റെ അങ്ങനെയാണ് ആയത്. ആൾ എപ്പിഡ്യൂറിൽ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, പക്ഷെ പിന്നെ പെട്ടെന്ന് ബേബി മേലെ പോയിട്ട് സിസേറിയൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് 6 സെന്റിമീറ്ററിന് തുടങ്ങുന്നത്. പക്ഷെ എക്യുപ്മെന്റ് ഒക്കെ വെച്ചിട്ട് റെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എന്ത് പറഞ്ഞാലും 3 അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നില്ല. അല്ല, അതിന്റെ ഇടയിൽ 4 ഉണ്ടായിരുന്നു, 4 മേലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ പ്രതീക്ഷ എല്ലാം പോയി. മൈറ്റ് ബി ഈ പറഞ്ഞ പോലെ ഇത്രയും വേദന അനുഭവിച്ചിട്ടും സിസേറിയൻ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. അങ്ങനെ 2 മണിക്ക് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോ എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ 5 സെന്റിമീറ്റർ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പറയുന്ന പോലെ പിന്നെയും എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഇൻ ദ സെൻസ്, പ്രതീക്ഷ എന്ന് പറഞ്ഞെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്രയും വേദന അനുഭവിച്ചല്ലേ, അപ്പൊ പിന്നെ ഇതിൽ തന്നെ പോട്ടെ എന്നുള്ളതാണ് ഈ പ്രതീക്ഷ എന്നുള്ള കൂടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ 2 മണിക്കൂർ ഡോക്ടർ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, നമുക്ക് നോക്കാം, എന്താ ഈ പറയുന്ന പോലെ ആദ്യമൊക്കെ എന്തായാലും 5 ആയല്ലോ, ഇനിയിപ്പോ കുറച്ചും കൂടി അല്ലേ വേണ്ടത്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അടുത്ത് തന്നെ ഡോക്ടറിന് വീട് ഡോക്ടർ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു 3 മണി 2:30-3 മണി സമയമാകുമ്പോഴേക്കും എന്തോ എന്റെ ഭാഗ്യത്തിന് 5:30-6 ആവാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു കേട്ടോ ഈ 5-ന്ന് 5:30 6 ആയത്. അതില് എപ്പിഡ്യൂറിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലോണം ഇങ്ങനെ സിസേറിയൻ ചെയ്യുമ്പോൾ അങ്ങനെ കുഞ്ഞിഞ്ഞ് ഇഞ്ചക്ഷൻ ചെയ്യില്ല, അതേപോലെ തന്നെ ഒരു ഇഞ്ചക്ഷൻ ഇവിടെ മറ്റായിരുന്നു കയറ്റാണ് ചെയ്യുന്നത്. എപ്പിഡ്യൂറലിന്റെ വലിയൊരു സംഭവങ്ങൾ എന്തൊക്കെയോ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ എന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, BP ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയിൽ എന്റെ BP പെട്ടെന്ന് നല്ലോണം ഹൈ ആയി പോയി ഒരു 5 മിനിറ്റ് നേരത്തിന്. പിന്നെ അത് നോർമലിലേക്ക് എത്തി. എന്നിട്ട് പിന്നെ അതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. 3-ാം തീയതി മുതൽ തന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് അവരുടെ ഇടയ്ക്കിടയ്ക്ക് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു ഇതാണല്ലോ, ഓക്കെ എല്ലാം ഓക്കെ ആണെന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്ന പോലെ ഒരു 4 മണി സമയമാകുമ്പോൾ ഈ പറയുന്ന പോലെ 6 സെന്റിമീറ്റർ ആയി. അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്താ ഉണ്ടായിരുന്നു ഒരു ഐഡിയയും ഇല്ല. ആ ഒരു 1.5 മണിക്കൂറില് എന്താ പറയുക എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മുടെ ലേബർ റൂമിലേക്ക് അതിന്റെ മുന്നേ മാറ്റിട്ടോ. അന്ന് പിന്നെ ഈ പറയുന്ന പോലെ മറ്റേ നമുക്ക് ഈ പറയുന്ന പോലെ സോപ്പ് ഇഞ്ചക്ട് ചെയ്യുന്ന എന്തോ ഒരു ഇത് പറയുമല്ലോ, ഞാൻ പെട്ടെന്ന് മറന്നുപോയി അതിന് എന്താ പറയുക എന്നുള്ളത്. എനിമ തരല് പരിപാടി ഉണ്ടായിരുന്നു, പിന്നെ ഷേവിങ് ഉണ്ടായിരുന്നു, എല്ലാം അതൊക്കെ അതിൻ്റെ ഇടയിൽ ആസ് യൂഷ്വൽ പാർട്ടായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അവരവരുടെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്നെ ഈ പറയുന്ന പോലെ 5 സെന്റിമീറ്റർ ആയപ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയത്. നമുക്ക് 4 മണിയായിട്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ അയ്യോ ഇതാ ഹെഡ് കാണാൻ തുടങ്ങിയെന്ന് ഒരു നഴ്സ് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോഴേക്കും കുറേ പേര് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ട്രെയിനേഴ്സ് കുറെ പയ്യന്മാരുണ്ടായിരുന്നു. എപ്പിഡ്യൂറിൽ തരാൻ വരുന്ന ഡോക്ടർ ഒരു മെയിൽ ഡോക്ടർ ആയിരുന്നു. നമുക്ക് ആ സമയത്ത് ഈ പറയുന്ന പോലെ നമുക്ക് നാണോ അല്ലെങ്കിൽ എന്താ പറയുക മടിയോ ഒന്നും തോന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു ഇത് കഴിഞ്ഞാൽ മതി എന്ന് മാത്രമേ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ ആ സമയത്ത്. അപ്പൊ ഈ പറയുന്ന പോലെ ആരൊക്കെയോ നിൽക്കുന്നു. എനിക്ക് വേദന വരുമ്പോ എന്റെ 2 സൈഡിലുള്ള നേഴ്സുമാരുടെ കൈ ഞാൻ മുറുക്ക് പിടിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ഇതിനിടയിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 9 മാസം ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിലൊരു പെൺകുട്ടി വേണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ആൺകുട്ടി വേണമെന്നായിരുന്നു. കാരണം എന്റെ അമ്മയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും പെൺകുട്ടികളാണ്. എന്റെ അമ്മമ്മയ്ക്ക് 2 പെൺകുട്ടികളാണ്, അമ്മയ്ക്ക് ഞാനും എന്റെ അനിയത്തിയാണ്, എന്റെ മേമയ്ക്കും 2 പെൺകുട്ടികളാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ആൺകുട്ടി വേണമെന്നായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. വിഘ്നേശ്വരന്റെ വീട്ടിൽ രമ്യ ചേച്ചിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോ ഈ പറയുന്ന പോലെ എനിക്ക് എന്താ പറയാ, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പേഴ്സണലി റെഡിയാക്കാലോ ഒരുക്കാലോ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് എനിക്ക് പെൺകുട്ടിയുടെ ആയിരുന്നു കുറച്ചും കൂടി ഒരു ഇഷ്ടം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ എന്റെ അടുത്ത് എപ്പോഴും നേഴ്സുമാരൊക്കെ എന്ത് കുട്ടിയെ വേണ്ടി വെക്കുമ്പോൾ ഞാൻ പെൺകുട്ടി
പെൺകുട്ടി എന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പൊ നോക്കുമ്പോ എന്താ പറയാ, അപ്പൊ ആ ഒരു ട്വിസ്റ്റ് ആണ് അവിടെ. ഈ പറഞ്ഞ പോലെ ഡെലിവറി ഈ 1.5 മണിക്കൂറിൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ പറയാൻ കാരണം വേഗം ഡോക്ടർ എത്തി. ഈ പറഞ്ഞ പോലെ ഹെഡ് വരുന്നുണ്ട് പറയണ്ടേ. എനിക്ക് ആ സമയത്തൊക്കെ സഹിക്കാൻ പറ്റുന്ന പെയിൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ നഴ്സ് ചോദിക്കുന്നുണ്ട് എപ്പിഡൂറിൽ കയറാൻ തുടങ്ങിയില്ലേ എന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്. അത് ആവുന്നേ ഉള്ളൂ എന്ന് അവര് പറയുന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കും, നമ്മുടെ ബോഡിക്ക് ഫുൾ അത് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ടൈം കൊണ്ട് ഓൾറെഡി കുട്ടിയുടെ ഹെഡ് പുറത്തേക്ക് വന്നു. അത് കാരണം ഞാൻ സ്വർഗം കണ്ടു എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഞാൻ ഈ പറഞ്ഞ എപ്പിഡൂറിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ നല്ലോണം വേദന അനുഭവിച്ചു. കുറെ പേര് എന്താ വെച്ചാൽ എപ്പിഡൂറിൽ ഇതാവുമ്പോൾ നമ്മുടെ ആ സമയത്ത് ആ സ്ഥലം മൊത്തം തരിച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മൾ പെയിൻ ചെറിയൊരു പെയിൻ അറിയുന്നല്ലാതെ അറിയില്ല. ഇത് ആയിരുന്നില്ല അവസ്ഥ. അപ്പൊ അവര് പറയുന്നുണ്ട് അയ്യോ ഇത് നമ്മളെ മുന്നേ തുടങ്ങണമായിരുന്നു എന്ന് അവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സെന്റിമീറ്റർ ഡൈലൂട്ട് ആയാലേ നമുക്ക് എപ്പിഡൂറിൽ തുടങ്ങാനും പറ്റില്ല. അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു ആ ഒരു സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു ഹെഡ് പുറത്തേക്ക് പുഷ് എന്ന് അവർ പറയണ്ടേ. ഇനിയും കൊണ്ട് പുഷ് ചെയ്യാനാവുന്നില്ല. ഞാൻ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക, കാറിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ എന്താ പറയുക, വേദനയിൽ എന്തൊക്കെയോ കാണിക്കുക. അങ്ങനെ 2 നഴ്സുമാർ സൈഡിൽ വന്ന് നല്ലോണം പുഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹെഡ് പുറത്തേക്ക് വന്നത് ഞാൻ അപ്പോ എന്റെ മനസ്സുകൂടെ സത്യമായിട്ട് ഞാൻ ആലോചിക്കുകയാണ്. അവർ പറയുന്നുണ്ട് സൈഡിൽ നിന്ന് ഹെഡ് ഇനിയിപ്പോ ഷോൾഡർ വരണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കെങ്കിലും എപ്പിഡൂറിൽ ഒന്ന് ഇതാവണേന്നും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ പറയുന്ന പോലെ എന്താ പറയാ, ഇനി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മള് മൈൻഡ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ട്, പക്ഷെ എന്നാ വേറെ എവിടെയാണ്. ഇതാണ് അവസ്ഥ കേട്ടോ, ഒരു ബോധവുമില്ല. അങ്ങനെ എന്താ പറയാ, അപ്പൊ ഞാനിങ്ങനെ ടെൻഷനില്ല. അപ്പൊ നോക്കുമ്പോ പിന്നെ എനിക്കിങ്ങനെ ചെറുതായിട്ട് വേദന കുറയണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചെറുതായിട്ട് ഇങ്ങനെ വേദന കുറഞ്ഞ വേദന ഉണ്ട്. ഇനി ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. അങ്ങനെ അവര് നല്ലോണം പുഷ് ചെയ്ത് ഞാൻ നിലവിളിച്ച് അങ്ങനെ ഷോൾഡർ പുറത്തേക്ക് വന്നു. പിന്നെ കുറച്ച് ഈസി ആണല്ലോ ഷോൾഡറും കൂടെ വന്നു കഴിഞ്ഞാൽ ബാക്കി. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ എല്ലാം നേരെ വരണം എന്നുള്ളത് ഉണ്ടല്ലോ. നമ്മളൊന്നും അങ്ങനെ കയ്യും കാലും അവിടെയും ഇവിടെ ഒന്നും ഇതാവാനും പാടില്ലല്ലോ. അങ്ങനെ ഭയങ്കര കെയർഫുൾ ആയിട്ട് അവര് കുട്ടീനെ പുറത്തേക്ക് എടുത്തു. ഇതെടുത്തതും ഒരു നേഴ്സ് എന്റെ ചെവിയിൽ ആദ്യം എന്ന് പറയുന്നത് ആൺകുട്ടിയാണ് കേട്ടോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ആ ഒരു സമയത്ത് എന്റെ ഫേസ് അങ്ങനെയാണ് അവര് പറയുന്നത്. നേഴ്സുമാര് പെട്ടെന്ന് എന്നുള്ളതായി എന്നാണ് പറയുന്നത്. കാരണം ഞാൻ പെൺകുട്ടി എക്സ്പെക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അത് ആൺകുട്ടി ആയതിന്റെ ഒരു റിയാക്ഷൻ ആയിരുന്നത്. അങ്ങനെ പക്ഷെ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ടൊരു സമാധാന സന്തോഷം എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞതും കുട്ടീനെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു അവര്. ആ പെട്ടെന്നുള്ള സമയത്ത് അവൻ കരഞ്ഞില്ല കേട്ടോ. പിന്നെ എന്താണ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞത് അവൻ കരയാൻ തുടങ്ങി. പിന്നെ അവനെ കുളിപ്പിച്ചു. പക്ഷെ എന്താ ഉണ്ടായിച്ചു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് അവൻ ഇത് നമ്മളീ കുട്ടികള് മറ്റേ എന്താ പറയുക, ഞാൻ ഗൂഗിളിൽ നോക്കാൻ പോയതാണ് കേട്ടോ എന്താ പറയുന്നത്, മെക്കോണിയം. എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല, ഓർമ്മ വന്നില്ല. അപ്പൊ അങ്ങനെ അത് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറുതായിട്ട് അവനത് കഴിക്കാനുള്ള ടെൻഡൻസി കാണിച്ചു. അതുകൊണ്ട് തന്നെ അവർ വേഗം അവനെ കൊണ്ട് ഒരു മറ്റേ ഓക്സിജൻ ഇതിലൊക്കെ ബോക്സിൽ ഇട്ടിട്ട് വേഗം NICUവിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് വിഘ്നേശ്വരൻ്റെ ആ ഒരു മൊമെന്റ് മിസ് ചെയ്തു. അതായത് എന്റെ കുട്ടീനെ ഇങ്ങനെ പുറത്തുനിന്ന് വിഘ്നേശ്വരന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ആ ഒരു മൊമെന്റ് വിഘ്നേശ്വരൻ മിസ് ചെയ്തു. പിന്നെ പുറത്ത് എന്താ സംഭവിക്കുന്നത് ഈ കാര്യങ്ങളൊന്നും ഞാൻ അപ്പം അറിയുന്നില്ല കേട്ടോ. എനിക്ക് പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലൊക്കെ ആ സമയത്ത്. പ്രൗഡ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ പോലെ കഴിഞ്ഞു കിട്ടി. അതായത് ഈ ഒരു പ്രോസസ്സ് എന്റെ കഴിഞ്ഞു, 2 ദിവസം അനുഭവിച്ചത് കഴിഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ മനസ്സുകൂടെ പോണത്. പിന്നെ അവരെനിക്ക് സ്റ്റിച്ച് ഇട്ട് തന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവർ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. 3.2 ആയിരുന്നു എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ വിഘ്നേശ്വരന്റെ പോലെ തന്നെ എൻ്റെ ഷോൾഡർ ഇത്തിരി ബ്രോഡായിരുന്നു. അപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അവര് നമ്മുടെ വജൈനയുടെ അവിടെ കീറുമല്ലോ, അവർ കീറിയതിനെക്കാട്ടിൽ എക്സ്ട്രാ ഒന്നും കൂടെ താഴത്തേക്ക് ഇത്തിരി കീറി തന്നെയേ. ആ കീറിയതിന്റെ വേദന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ സ്വർഗം കണ്ടു എന്ന് മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ സ്വർഗം കണ്ടു. അങ്ങനെ അവരതൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റിച്ചിങ്ങിന്റെ വേദനയൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും എപ്പിഡൂറിന്റെ എഫക്റ്റ് എന്റെ ബോഡിക്ക് നല്ലോണം എത്തി. പക്ഷെ ആ സമയം കൊണ്ട് എപ്പിഡൂറിൽ ഓഫ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ്ങിന്റെ വേദനയൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് പിന്നെ കുറച്ചു നേരം എൻ്റെ അടുത്ത് 1/2 മണിക്കൂറോടെ കിടക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വലത്തെ കാല് അനങ്ങണില്ല എന്നല്ല, എനിക്ക് ഫീൽ ആവുന്നില്ല. ഫുൾ ഫീലേ ആവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ 14 മിനിറ്റ് ആയി വീഡിയോ എന്നുള്ളത്. അപ്പൊ ഞാൻ 15 മിനിറ്റ് ആയിട്ട് ഇടാന്നാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ ബാക്കി അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. എന്റെ പാർട്ട് 3 അതോടെ ഞാൻ അവസാനിപ്പിക്കും ഈ ഒരു ഡെലിവറി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.